ശരണ ചേച്ചി ആൻഡ് സ്വാമി ബ്രോ. ചേച്ചിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് മൂവി വെക്കുമ്പോഴും അവരിങ്ങനെ കരയാണ്ടൊക്കെ ഇരിക്കുന്നത്? അല്ല, കൂടുതൽ യാരുടെ മോഹിനി തന്നെയാണ്. കാരണം വെച്ചാൽ വേലായത്തിൽ അവൾ മരിക്കുന്ന ഒരു സീൻ ഉള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ പാലക്കാട്ട് പോലത്തിലെ സോങ് ഇഷ്ടമല്ല. അച്ഛൻ്റെ കൂടെ കളിച്ചാൽ മതി. കല്യാണം കഴിക്കുമ്പം ഭയങ്കര കത്തി നിൽക്കുന്ന ആക്ട്രസ് ആണ്. തമിഴിലും ഒരു അടിപൊളി ഹീറോയിനെ കല്യാണം കഴിച്ചപ്പോ എങ്ങനെയായിരുന്നു? ഭയങ്കര സെലിബ്രിറ്റി ജാടയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മുന്നേ അറിയായിരുന്നു. എന്നാലും ഭാര്യയായിട്ട് വരുമ്പോ ഭാര്യയായിട്ട് വരുമ്പോ എന്തിനാണ് പിന്നെ അതൊന്ന് കണക്കാണ്. 7 കൊല്ലം പരിചയമുള്ള ആള് ഭാര്യയായിട്ട് വരുമ്പോ ജാട കാണിക്കൂ. ചേച്ചി പറ, ജാട ഉണ്ടായിരുന്നു? എനിക്ക് എന്നോട് തന്നെയാണോ ചോദ്യം? ഓണം എന്ന് പറയുമ്പോ ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? എനിക്ക് ബോളിയും പാൽപ്പായസവും എപ്പോഴും. ചേട്ടനപ്പൊ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ടോ കഴിക്കാൻ? അതെ, ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. രുചിയൊക്കെ കറക്റ്റായിട്ട് നോക്കണ്ടേ. കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ ഞങ്ങളുടെതാണെന്ന് പറയത്തുള്ളൂ. കഴിച്ചിട്ട് ആസ്വദിക്കാൻ പറ്റാത്തതാണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം 1956 അല്ല 57 അല്ല 61. കറക്റ്റ്. നീ പഴയ കറക്കിക്കുത്തിനാണല്ലോ. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി. അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ കൂടെ ഓണം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റുകളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട. ഇവരിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലായിടത്തും, പിന്നെ സിനിമ ആക്ട്രസ് ആണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് ശരണ ചേച്ചി ആൻഡ് സ്വാമി ബ്രോ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഈ സ്വാമി ബ്രോ എന്ന് വിളിക്കുമ്പോഴേ ചേച്ചി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് ബ്രോ ആണോന്ന്? മറ്റേ ടാഗ് ഒക്കെ ചെയ്യുമ്പോ സ്വാമി ബ്രോ? ഇല്ല, അത് കല്യാണത്തിന് ശേഷമാണ് ആൾക്കാർ കൂടുതൽ അറിഞ്ഞത്. അപ്പൊ പിന്നെ ബ്രോ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. ആക്ച്വലി ഇപ്പം ഓണമാണ്. എന്താണ്, എനിക്കറിയാം ഓണത്തിന് നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും അല്ലെ? ആവശ്യം. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുണ്ട്. പിന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റം, അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും. പിന്നെ 2 പേര് വീട്ടിലുണ്ടല്ലോ, എപ്പോഴും ബിസിയാണ്. ഓക്കെ. എങ്ങനെയാ ചേട്ടൻ്റെ പ്രത്യേകിച്ച് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫുൾ ടൈം ഫാമിലിൻ്റെ കൂടെയാണോ? അല്ല, നോർമലി ഇതുവരെ കുറച്ച് നാൾ മുന്നേ വരെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ശരണ്യയുടെ വീട്ടിലോട്ട് പോകും. പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ തിരുവോണത്തിന് ഇവിടെ വരും. അത് തന്നെയാണ് നോർമലി. ഫാമിലി തന്നെയാണ് കൂടുതലും. നമ്മൾ വെളിയിലോട്ടൊന്നും അങ്ങനെ വേറെ ആഘോഷങ്ങൾ വെളിയിലോട്ടില്ല. ഇല്ല. ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? എനിക്ക് ബോളിയും പാൽപ്പായസവും എപ്പോഴും. ഞാൻ തിരുവനന്തപുരംകാരനാണ്. അപ്പൊ അതുകൊണ്ട് ബോളിയും പാൽപ്പായസം ഇല്ലാത്തൊരു ഓണം എനിക്ക് പറ്റില്ല. ഓണം ഏത് സദ്യ ആയാലും എനിക്ക് വേണം. സദ്യ എനിക്ക് പക്ഷെ ഇപ്പോഴൊക്കെ ചെറിയ പ്രായത്തിലെ ഓണാണ് ഓർമ്മ. അത് എന്നുവെച്ചാൽ നമുക്ക് ഇത്തരം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഭയങ്കര കുട്ടികളല്ലേ. അപ്പം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. കസിൻസിനെയൊക്കെ വീട്ടിൽ പോവും. അമ്മയുടെ ഒക്കെ ഇവിടെ തൃശ്ശൂരാ. അച്ഛൻ ആലപ്പുഴ, അമ്മ തൃശ്ശൂര്. അപ്പൊ ഞങ്ങൾ ഓണം വിഷു ഇങ്ങനെയുള്ള സമയത്താണ് അവിടെ പോണത്. അപ്പൊ അവിടെ എല്ലാവരുമായിട്ടൊക്കെ കൂടി അത്തപ്പൂക്കളവും പിന്നെ അമ്പലത്തിലൊക്കെ പോയി സദ്യയൊക്കെ കഴിച്ച്. റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. ഇപ്പൊ പ്രാരാബ്ദം കൂടിയപ്പോ എങ്ങനെയുണ്ട്? പ്രാരാബ്ദം കൂടുമ്പം എന്താ പറയാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അടുക്കള അമ്മയെ സഹായിക്കാൻ കാരണം. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ TV കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ കത്തി വെച്ചോണ്ടിരിക്കാം, കളിക്കുക, ഓണ സിനിമ കാണാം. ഇത് അതൊന്നുമല്ല. ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രം കഴുകി വരുമ്പോഴത്തേക്ക് ലഞ്ചിനുള്ളതിലേക്ക് കയറണം. അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷൻസ് ഒന്നും ഇഷ്ടപ്പെടാണ്. അതെ. ചേട്ടനപ്പൊ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ടോ കഴിക്കാൻ? അതെ, ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. രുചിയൊക്കെ കറക്റ്റായിട്ട് നോക്കണ്ടേ. പായസത്തിന് കറക്റ്റ് മധുരം ഉണ്ടോന്നൊക്കെ ഞാൻ നോക്കിയാലേ കറക്റ്റ് ആവും. വിളിക്കുക, അമ്മ അടുക്കളയെന്ന് വിളിക്കുക. വീട്ടില് നന്ദു എന്നാ വിളിക്കുക. അപ്പു നന്ദു. അപ്പം എന്തെങ്കിലും കഴിയുമ്പം മറ്റേ അവിയലിന്റെ അരപ്പിട്ട് കഴിയുക, സാമ്പാറായി കഴിയുക. അപ്പം പറയും നന്ദു വരും, നോക്കും. എന്താ അല്ല, പക്ഷെ വേറെ കാര്യം, എനിക്ക്
ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എന്നെ വീട്ടിൽ അവിടെ അടുക്കളയിൽ കയറ്റാറില്ല എന്നുള്ളതാണ് സത്യം. അതെന്താ? പാത്രം പിന്നെ ആ പഞ്ചായത്തിലെ പാത്രം മൊത്തം നമ്മൾ തന്നെ കഴുകണമല്ലോ. ശരി, ഞാൻ കുറെ റീൽസിൽ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡ്സ് ഫുഡ് ഉണ്ടാക്കും, പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ അടുക്കള ഇവരൊരു ട്രിക്ക് ആണോ എന്ന് പോലും ഒരിക്കലുമില്ല. ഞങ്ങൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആണ്. ഞങ്ങൾക്ക് ഒരു സാധനത്തിനകത്ത് ഒന്നിൽ തന്നെ വീണ്ടും കലക്കാൻ പറ്റത്തില്ല. നമ്മൾ കാണാതെ കലക്കി കൊടുക്കുന്നത് അത് തിന്നൊക്കെ അത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. പക്ഷേ ചില സമയത്ത് നമ്മൾ കാണാത്ത പാത്രങ്ങൾ വരെ ഇവര് കണ്ടെടുത്തിട്ട് കൊണ്ടുതരും. നല്ല എക്സ്പീരിയൻസ് നമുക്കൊന്നും ഇല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എന്ത് ഓക്കെ, ഇപ്പം കല്യാണം പോയി 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 കല്യാണം കഴിക്കുമ്പം ഭയങ്കര കത്തി നിൽക്കുന്ന ആക്ട്രസ് ആണ്. തമിഴിലും അതല്ല തീയിലല്ല, തമിഴിലും തെലുങ്കിലും ഒക്കെ വിജയ് സാറിന്റെ കൂടെ ധനുഷ് സാറിന്റെ കൂടെ ഒക്കെ ആക്ട് ചെയ്തും കത്തി നിൽക്കുന്ന ഒരു എന്തോ പറയട്ടെ, ഇത്രയും സുന്ദരിയായ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹീറോയിനെ കല്യാണം കഴിച്ചപ്പോ എങ്ങനെയായിരുന്നു? ഭയങ്കര സെലിബ്രിറ്റി ജാടയൊക്കെ ഉണ്ടായിരുന്നു? ചേട്ടൻ കത്താൻ തുടങ്ങി, അദ്ദേഹം കത്താൻ തുടങ്ങി. കെട്ടിക്കഴിഞ്ഞപ്പോ ആ ക്വസ്റ്റിന് ഒരു പ്രശ്നമുണ്ട്, ആ ഫ്രെയിമിന് പ്രശ്നമുണ്ട്. കുട്ടി കഷ്ടപ്പെട്ട് സെലിബ്രിറ്റി ഇതിപ്പോ എന്നോട് എന്താണ് ചോദിച്ചത്? സെലിബ്രിറ്റി ജാട ഉണ്ടായിരുന്നാണോ കല്യാണം കഴിച്ച സമയത്ത്? ഇവക്കോ? എനിക്കതിന് മുന്നേ അറിയായിരുന്നു. നിങ്ങൾ 7 വർഷമായിട്ട് അറിയാന്ന് എനിക്കറിയാം. അതെ, 2008, 2009 കാലഘട്ടം കൊണ്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നാലും ഭാര്യയായിട്ട് വരുമ്പോ ഭാര്യയായിട്ട് വരുമ്പോ എന്തിനാണ് പിന്നെ അതൊന്നും കണക്കാണ്? 7 കൊല്ലം പരിചയമുള്ള ആള് ഭാര്യയായിട്ട് വരുമ്പോ ജാട കാണിക്കൂ? ഈ കുട്ടി എന്താ ഇങ്ങനെ? അയ്യോ, അങ്ങനല്ല. എന്നാലും ചേച്ചി പറ, ജാട ഉണ്ടായിരുന്നു? എനിക്ക് എന്നോട് തന്നെയാണോ ചോദ്യം? ഇതൊരു റാഗിങ് സെഷൻ പോലെ. അല്ല, ആ ഒരു തീരുമാനം എടുത്തല്ലോ, കാരണം അതവിടെ തീരുമാനം എടുത്ത അല്ല ആളല്ലേ ഓക്കെ പറഞ്ഞേ. ചേട്ടനും കൂടെ ഒക്കെ പറയണ്ടേ കല്യാണം? ഞാൻ അങ്ങോട്ട് ഓക്കെ ആയതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് ഓക്കെ ആണോ ചോദിച്ചത്. മറ്റേ മനസ്സിലായിരുന്നു. സിറ്റുവേഷൻ പക്ഷെ നിങ്ങളുടെ മറ്റേ എന്താ ഓർക്കുട്ടിലായിരുന്നു ഫേമസ് ആയിട്ടുണ്ടായിരുന്നേ. ഞാനതൊന്നും തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. സ്ക്രാപ്പോ എന്തെങ്കിലും പറയാ അല്ലേ? എനിക്കതൊന്നും കിട്ടില്ല. അല്ല, അതൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു എന്ന് കേട്ടു. നിങ്ങളുടെ സ്ക്രാപ്പ് കാണാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കും, സ്ക്രീൻഷോട്ട് എടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആർക്കും വായിക്കാം. ഫുൾ നമുക്ക് മറ്റേ വാളിൽ എഴുതുന്ന പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ നമ്മളെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ കോനടിക്കുക എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടേക്ക് 2 എണ്ണം കൊടുക്കുക. അങ്ങനെ അപ്പൊ ഒരു കോൺവെർസേഷൻ വായിക്കുമ്പോ ആൾക്കാർക്ക് രസമാണ്, ചിരി വരും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനത് നോക്കി തപ്പി, അത് കിട്ടൂല. കാരണം അതൊക്കെ അവര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതറിഞ്ഞില്ല, ഞങ്ങളും പറഞ്ഞു കഷ്ടായി പോയിരുന്നു. ഓക്കെ, എന്തായാലും എന്റെ ഫ്ലോ നിങ്ങൾ കളഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കൊരു പണി തരാം. ഈ ഓണൊക്കെ ആണല്ലോ, അപ്പൊ ചുമ്മാ നമ്മൾ ഓണത്തിന് ഇങ്ങനെ കുറെ ഇന്റർവ്യൂസ് എടുക്കും, കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയോന്ന് അറിയണ്ടേ? എനിക്ക് ഒരു വിവരമില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. ഞാനും അല്ല. എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങൾ ചോദിക്കാം ഓണത്തിനെ കുറിച്ച്. നിങ്ങളുടെ ആ ഒരു ഓണത്തിനെ കുറിച്ചുള്ള പണി വരുന്നുണ്ട്. പണി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാവോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടേക്ക്. അല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം? ഡിസ്കസ് ചെയ്തോ? ഞാനെനിക്ക് ക്ലൂ തരാം. 1950ക്കും 1970ക്കും ഇടയിലാണ്. 20 വർഷത്തിന്റെ ഇടയിലോ? 1956 അല്ല, 57 അല്ല, പിന്നെ 61. കറക്റ്റ്. നീ പഴയ കറക്കി കുത്തുന്ന ആളാണ്. 10ാം ക്ലാസ്സിൽ ഉപേക്ഷിച്ചതാ. അതൊന്നും അല്ല, ചക്ക വേണപ്പോ കറക്കി കുത്തിയതാ. ആണോ? ഓക്കെ, അടുത്തത് മഹാബലിയുടെ ഒറിജിനൽ പേര്? അയ്യോ, കേട്ടിരുന്നു. ക്ലൂ അതിനാര് പറഞ്ഞു കൊടുക്കും? ക്ലൂ ഇതിനെന്താ ക്ലൂ കൊടുക്കുക? എന്തോ ഒരു
ധർമ്മല്ല, ഒരു സേനനുണ്ട്. എനിക്ക് വന്ന സാധനം അല്ല രാജസേന അല്ല, വേറൊരു സേനൻ. തമ്മനറിയാം, എനിക്കറിഞ്ഞു. ആദ്യത്തെ അക്ഷരം പറയൂ. ഈ എന്റെ മോണം ഇതൊക്കെ ചൊല്ലി പറഞ്ഞു. ഇന്ദ്രസേനൻ. ഇതിപ്പോ എത്ര ക്ലോന്നാലും പറയാൻ പോണില്ല. ഏത് നാൾ മുതലാണ് ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചെമ്പരത്തി പൂവിന് സ്ഥാനം മിക്കാറും വരും ഇങ്ങനെ ചോദ്യം പണിയപ്പെടായിട്ട്. ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യനാണിത്? പറ. ഇതൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ GK ഒക്കെ പഠിച്ചിട്ട് വരുമായിരുന്നല്ലോ. അല്ല, ആ നാളിന്റെ പേര് പറ. ഞാൻ പറയാം. ചിത്തിര ചോദ്യ വിഷയം. ആ, ചിത്തിരയാണോ? അല്ല. ചോദി. ആ, ചെമ്പരത്തി ചോദി. ഓണപ്പൂവ് എന്ന് വിശേഷമുള്ള പൂവ്. തുമ്പപ്പൂ അല്ല. ആണോ? അറിയാതെ പറ്റിയാണല്ലേ. അറിയാൻ പറ്റില്ല. ഈ നല്ലോണം ഗസ് ചെയ്യുന്നുണ്ടോ? നിനക്ക് എൻട്രൻസ് ചെയ്ത് കൂടായിരുന്നു. ഇത് ചേച്ചി പറഞ്ഞില്ലെങ്കിൽ മോശം. അതിന് എൻട്രൻസ് ഇല്ലായിരുന്നു. ഓക്കെ, ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമുണ്ടോ ചേച്ചി? പ്രത്യേകിച്ചും ചേച്ചി ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന നാട്. തൃശ്ശൂരാണോ? അല്ല. ഓണം പോലെ ഓണം പോലെ ഐശ്വര്യമുള്ള നാട് തിരുവനന്തപുരം. എന്റെ മോനെ, അതിന്റെ അർത്ഥം മനസ്സിലായില്ല. തെറ്റാണ്. അന്ന് ഐശ്വര്യ കുറവ്. തിരുവനന്തപുരത്തിന് എന്താണ് ഐശ്വര്യ കുറവ്? തിരുവനന്തപുരം പിള്ളേർ ഇറക്കും, അങ്ങ് കൊടുങ്ങല്ലൂർ വരെ എത്തും. പക്ഷേ ഓണം പോലെ ഐശ്വര്യമുള്ള നാട്, ആ നാടിനെ കുറിച്ച് പറയുന്നത് ഓണം പോലെ ഭയങ്കര ഐശ്വര്യമുള്ള നാടും നാട്ടുകാരൊക്കെയാണ്. ആലപ്പുഴ. ആ, എന്റെ നാടോ? ഇപ്പൊ തിരുവനന്തപുരത്തേക്കായി. ഐശ്വര്യം ഇങ്ങോട്ട് വന്നല്ലേ? ഐശ്വര്യം ഇല്ലാന്ന്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതുണ്ട്. ആരെ ക്വസ്റ്റ്യൻ ഉണ്ട്? ഏതോ PSC എഴുതുന്ന ആരോ കണ്ടുപിടിച്ചിട്ട് തോന്നുന്നു. അല്ല. നാലാം ഓണം ഏത് മഹാത്മാവിന്റെ ജന്മദിനം? നാലാം ഓണം ശ്രീനാരായണ ഗുരു. നാരായണ ഗുരു. അത് കറക്റ്റ്. അതെനിക്കറിയാം. സമാധിയല്ലല്ലോ. ടഫുണ്ടോ? ഇത് എനിക്കെന്നെ അറിഞ്ഞൂടാ. ബാക്കിയുള്ളെല്ലാം അറിയാറുണ്ടോ? പക്ഷെ ചോദിച്ചില്ലല്ലോ ഒന്ന് ചോദിക്കണേ. അല്ല, അതിലല്ലേലും ചോദിക്കണേന്ന് അറിയാൻ വേണ്ടിട്ട്. ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓണത്തിന്റെ 5ാമത്തെ ദിനം. അനിഴം. ആ, കറക്റ്റ്. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളി. ഉത്രട്ടാതി വള്ളംകളി. ആണോ? അല്ല, ഇതിന് പിന്നെ ഓഗസ്റ്റിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ട്. വേറൊരു വള്ളംകളി ഉണ്ട്. ആദ്യത്തെ അക്ഷരം പറയൂ. ആ, ആറന്മുള വള്ളംകളി. അതാണ് ഉത്രട്ടാതി വള്ളംകളി അല്ലേ? ആറന്മുള അല്ല. ഉത്രട്ടാതിയുടെ അന്നാണ് വള്ളംകളി വരുന്നത്. തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി. ഓക്കെ, ഇത് അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യാം. തെറ്റാണെങ്കിൽ വിട്ടേക്ക്. ഒരു കയ്യബദ്ധം നോക്കി. ചേട്ടന് GK-നോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് വന്നേനെ. പിന്നെ ഇങ്ങനത്തെ കുസൃതി ചോദ്യമാണ് ഇഷ്ടം. അങ്ങനൊന്നുമില്ല. ഇത്തിരി കുസൃതി കൂടുന്നുണ്ട്. വീട്ടിലേക്ക് പോകാൻ കാണിച്ചതാണ്. വേണ്ട. ഓക്കെ, ഇപ്പം 2 കുട്ടികളായല്ലോ. അല്ല, കുട്ടി ഇപ്പം നിങ്ങളുടെ ചെറുതിലെ ഓണം പോലെ അല്ലല്ലോ കുട്ടികളുടെ ഇപ്പോഴത്തെ ഓണം. പറഞ്ഞു കൊടുക്കാറുണ്ടോ പണ്ട് ഞങ്ങളുടെ ഓണം ഇങ്ങനെയായിരുന്നു ചെറുതിലെ? അതെന്താ കേൾക്കാറില്ല. ഓക്കെ, അല്ല, അത്രയ്ക്കൊന്നും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഒരാള് 3ാം ക്ലാസ്, ഒരാൾ UKG. അമ്മയുടെ ഓണം ഒന്ന് പോവാമ്മ, ഞാൻ കളിക്കട്ടെ എന്ന് പറയും. പക്ഷെ ചേച്ചിയുടെ സിനിമകളൊക്കെ കാണാറുണ്ടോ കുട്ടികള്? ഇടയ്ക്ക്. ആ, ചേച്ചിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് മൂവി വെക്കുമ്പോഴാണ് അവരിങ്ങനെ കരയാണ്ടൊക്കെ ഇരിക്കുന്നത്? അല്ല, കൂടുതൽ യാരുടെ മോഹിനി തന്നെയാണ്. കാരണം വെച്ചാൽ വേലായത്തിൽ അവൾ മരിക്കുന്ന ഒരു സീൻ ഉള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ പാലക്കാട്ട് പോകത്തിലെ സോങ് ഇഷ്ടമല്ല. അച്ഛൻ്റെ കൂടെ കളിച്ചാൽ മതി. എന്തിനാ മാമന്റെ കൂടെ പോയി കളിച്ച, അച്ഛൻ്റെ കൂടെ കളിച്ചാൽ മതിയായിരുന്നു. പറഞ്ഞു പറയിപ്പിച്ചായിരിക്കും. ഞാനോ? അല്ല, ഇത് മോളാണ് പറയുന്നത്. അവൾക്ക് ഇങ്ങനെ അവളുടെ ഹീറോ എന്ന് പറയുന്ന അച്ഛനാണല്ലോ. അപ്പൊ അമ്മ എന്തിനാ വേറൊരു അങ്കിളിന്റെ കൂടെ പോയി ഡാൻസ് കളിക്കുന്നത്? അത് ഈ പാട്ടിന് അച്ഛൻ മതിയായിരുന്നു. ചേട്ടന് ഏറ്റവും ഇഷ്ടം ഏതാ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സിലും? ഫസ്റ്റ് നോട്ടീസ് ചെയ്ത ഡെഫിനറ്റ്ലി യാരുടെ മോഹിനിയാണ്. വേലായുധം എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ അതുപോലെ എനിക്ക് വേറൊരു പടം ഇഷ്ടമാണ്, വെണ്ണില കബഡി കുഴു. അതും പിന്നെ അഴകിയർ സാമൻ കുതിരൈ എന്ന് പറഞ്ഞൊരു പടമുണ്ട്.
അതാണ് ഹിന്ദിയിൽ പോയത് അല്ലേ? വെണ്ണില വെണ്ണില കബഡി കുഴുവാണ് ഹിന്ദി. ഓ, ഹിന്ദി വരെ അഭിനയിച്ച്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അത് ഹിന്ദിയിൽ 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചേ. അതെനിക്കാ ഹിന്ദി അറിയണ്ടേ? ഹിന്ദി അറിയില്ല. എനിക്കല്ല, ഭയങ്കര ടഫാണ്. എന്തോ ഒരു വേറെ ഏതോ ഒരു ഭാഷ പോലെ ഫീൽ ചെയ്യും. ഹിന്ദി ഡിഫറെന്റ് ഭാഷ, വേറെ ഭാഷയാണല്ലോ. നമുക്ക് ഇന്റർവ്യൂ എടുത്താലോ? ഇല്ല, എനിക്ക് ഒരു ഞങ്ങൾക്ക് 5th മുതലായിരുന്നു ഹിന്ദി. അപ്പൊ 5th 6th ഒക്കെ നല്ല മാർക്കായിരുന്നു. പിന്നെ ആരാന്ന് പറയുന്നില്ല, ടീച്ചേഴ്സ് ഇത് ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയാണ് എന്നെ ചീത്ത വിളിക്കുന്നത്. ചില സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നവരോട് ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് അങ്ങനെ പോയതാ. അതെനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കത് മാത്സ് ആയിരുന്നു. മാത്സും പോയി ഹിന്ദിയും പോയി. നേരത്തെ പറഞ്ഞാൽ ഹിന്ദിയും ഇല്ലെന്ന്. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം കല്യാണം കഴിച്ചു, പിന്നെ ഒരു ഫാമിലി ലൈഫ് ചേച്ചിയായിട്ട് എടുത്ത ഒരു ഡിസിഷൻ ആണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും സിനിമ മിസ് ചെയ്യോ, അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ, ഫുഡ്, ട്രാവൽ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നിലും അത്രത്തോളം, ഞാൻ വീട്ടിലിരിക്കുന്ന അത്രത്തോളം സന്തോഷവതി വേറെ എവിടെയില്ല. അല്ല. അപ്പോൾ ഇപ്പോൾ ഇതെൻ്റെ ഒരു ജോബോ അല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനൊരു ഷൂട്ടിന് പോയാൽ ഷൂട്ട് ചെയ്യുന്നു, അടുത്ത സെക്കൻഡിൽ തിരിച്ചെത്തും. അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഒരു ദിവസം അവിടെ തങ്ങുകയോ അല്ലെങ്കിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ പോയി ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോവുക, അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല. അതെല്ലാം കല്യാണത്തിന് ശേഷം തുടങ്ങി വെച്ച പരിപാടിയാണ്. അങ്ങനെയായിരുന്നു. അപ്പം അതാണ് എനിക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഫീലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാനായിട്ട് എടുത്ത അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് തീരുമാനിച്ച് ഓക്കെ ഇത്രയും മതി, ഇനി നമുക്കൊരു ഫാമിലി ലൈഫിലേക്ക് കടക്കാമെന്ന് അച്ഛനും അമ്മയും ഞാനും എല്ലാവരും കൂടെ തീരുമാനിച്ചത് കാരണം ആരും എന്നെ ഫോഴ്സ്ഫുള്ളി ഇനി മതി, ഇനി ചെയ്യണ്ട എന്നുള്ളതല്ല. പിന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എനിക്ക് പക്ഷെ ഞാൻ ഈ കെമിസ്ട്രി ഒക്കെ കണ്ട് എനിക്ക് പേടിയായിട്ടുണ്ട്. എന്നിട്ടാ ഇപ്പില്ല. തമാശ പറഞ്ഞാണ്, കളിയൊക്കെയാണ്, സീരിയസ് ആയിട്ടാണ്. അങ്ങനെയല്ല, അല്ല കുട്ടികളൊക്കെ കാണുമ്പോ അല്ലേ? അതെ, കുഞ്ഞുങ്ങളൊക്കെ ടിവിയിൽ വന്നാണ് ഭയങ്കര കൾട്ട് സ്റ്റാറ്റസ് കിട്ടിയ സാധനമാണ്. ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഇട്ടോണ്ടിരിക്കും. ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് മറ്റേ ഇന്നാണ് കല്യാണം ഇട്ട ടീംസ് ആണ്. ഇന്നാണ് കല്യാണം പടത്തില് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് അത് ഞങ്ങളുടെ കല്യാണത്തിന് അന്ന് പ്ലേ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തു. അത് ഏത് ചാനലായിരുന്നു അറിയോ? അങ്ങോട്ട്. പക്ഷെ കെമിസ്ട്രി എന്ന് പറയുമ്പോഴേ ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ ശരിക്കും പേടിയാവും. പ്രത്യേകിച്ച് മറ്റേ ക്യാരക്ടർ ചേച്ചി ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആക്കുന്ന സാധനം, അത് ശരിക്കും പേടിയാവും. പക്ഷെ ഇപ്പൊ കാണുമ്പോ എനിക്ക് പേടിയില്ലട്ടോ. ഇപ്പൊ ബുദ്ധി വെച്ചത് ബുദ്ധിയല്ലോ വലുതായല്ലോ. എന്നാലും ചേച്ചി ശരണ്യ മോഹൻ എന്ന് പറയുമ്പോഴേക്ക് ഏറ്റവും കൂടുതലും പെട്ടെന്ന് കണക്ട് ആവുന്നത് ആ ഒരു പാട്ടായിരിക്കും, യാരടി മോഹിനിയിലെ പാലക്കാട് പക്കത്തില്. ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം. ചേച്ചി ചേട്ടൻ നോക്കിയിട്ട് എക്സ്പ്രഷൻ ഇട്ടു. ചേട്ടൻ ഈ എക്സ്പ്രഷൻ ഇട്ടാ മതി. ഇപ്പൊ തുടങ്ങും. സൂപ്പർ. പക്ഷേ ആ സോങ് ഷൂട്ട് ചെയ്ത എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? ഒരുപാട് ടേക്ക് പോയിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഇടാൻ ചമ്മലോ അങ്ങനെയൊക്കെ? ചമ്മൽ എനിക്ക് ആദ്യത്തെ ആ ഒരു ഷോട്ടിലൊരു എക്സ്പ്രഷൻ ഉണ്ട്. അങ്ങനെ ഇട്ട് എനിക്ക് ശീലമൊന്നുമില്ല. സോങ് നമ്മള് ഇതൊരു ഓഡീഷൻ നടത്തി എടുത്തത്. അപ്പോൾ ആ സമയത്ത് എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനൊരു സോങ് ഉണ്ട്, പക്ഷെ നമുക്കറിയില്ല, ഇതൊക്കെ പണ്ടത്തെ സിനിമയിലൊരു സോങ്ങാണ്. അപ്പോൾ അന്ന് ഇത് സെലക്ട് ആയി എന്നുള്ള ഷോക്കിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. പിന്നെ സോങ്ങിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചില്ല. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ സോങ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുംഭകോണത്തോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ബൈ റോഡ് ചെന്നൈയിലെത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 നൈറ്റ് കൊണ്ടാണ് ഈ സോങ് ഷൂട്ട് ചെയ്തത്. രാത്രി 10 മണിക്ക് തുടങ്ങും, വെളുപ്പിനെ 4 മണിയാകുമ്പോൾ തീർക്കും. അത് പിന്നെ ലാസ്റ്റ് ആദ്യം വരുന്നൊരു നോട്ടമൊക്കെ ഉണ്ട്, ഇങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം
രണ്ട് ലെജൻസ് ആണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പം എത്രത്തോളം അതിലേക്ക് എത്തുമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഒരു ആ ഫ്ലോയിലങ്ങ് പോയി, കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ധനുഷ് സാറിനൊക്കെ ആ ഒരു എന്തെങ്കിലും കോംപ്ലിമെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നോ, ഓർത്തിരിക്കുന്ന എന്തെങ്കിലും? ഇല്ല, അങ്ങനെ നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ടൈമൊന്നുമില്ല. ഞാനത് കയറി ഹിറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആ യാരടി നീ മോഹിനി എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ എനിക്ക് സിനിമ ഇൻഡസ്ട്രി ആയിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. 1-2 സിനിമകൾ അതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഫാസിലങ്കിളിന്റെ ഡയറക്ഷനിൽ എറണാകുളത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്. അല്ലാണ്ട് തമിഴ് ഇൻഡസ്ട്രിയോ ആർട്ടിസ്റ്റുകളെ കുറിച്ചോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, തന്നു, ചെയ്തു, ഞാൻ പോയി. സിനിമ റിലീസ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കയറി ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്ര അവർ അക്സെപ്റ്റ് ചെയ്തതും ഈ സോങ് ഭയങ്കര ഹിറ്റായതും ഒക്കെ അതിനുശേഷം. അപ്പൊ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഞങ്ങൾ അപ്പം ഓണമൊക്കെ അല്ലേ, അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് സദ്യയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്റെ കൈ കൊണ്ട് കഴിച്ചു ഞങ്ങൾ വിചാരിക്കുക. എനിക്ക് അത്ര ഞങ്ങളുടെ വിശ്വാസം അതെ, മസ്താനി ഉണ്ടാക്കി, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചു അങ്ങോട്ട് വിചാരിക്കും. ഞാൻ കഷ്ടപ്പെട്ട് ഞങ്ങൾ കൊണ്ടുവന്നല്ലേ, സദ്യയൊക്കെ കഴിച്ചിട്ടൊക്കെ നമുക്ക് പോവാം. ഒന്നല്ല ഇവിടെ ഉണ്ട്. സോ ഗൈസ്, നമ്മളിപ്പോ സദ്യ കഴിക്കാനിരിക്കുകയാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ. അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം സദ്യയാണെന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ട് അല്ലേ? സദ്യ കഴിച്ചിട്ടില്ല. നമ്മൾ വരാറുണ്ട്. സദ്യ ഫസ്റ്റ് ടൈമാണ്. നമുക്ക് കഴിക്കാം. പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് സദ്യ തന്നെ. എത്ര കൂട്ടം കറികളുണ്ടാവും? 10-20 ആയിക്കോട്ടെ. ആയിക്കോട്ടെ പറ. ഇനി ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലേ? അതെ ചേട്ടൻ പറ. എന്ത് സദ്യയിൽ എത്ര കൂട്ടം കറികളുണ്ട്? മിനിമം ഒരു 10. 15. കണ്ട ചേട്ടൻ 10 പറഞ്ഞു, ഞാൻ 18. ഇതിന്റെ ഇടയിൽ വെച്ച് നോക്കി പിടിക്കാം. ചേച്ചി സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് കുക്കായിട്ടില്ല. ഇല്ല ഷെഫ്. അതെ. എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഫുള്ളായിട്ടോ? ഇല്ല. മറ്റേ കല്യാണത്തിന് മുന്നേ അമ്മ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യും, അങ്ങനെയുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അമ്മ പഠിപ്പിച്ചു. ചേട്ടന് നേരത്തെ പറഞ്ഞല്ലോ കഴിക്കാൻ സഹായിക്കുന്നു, അതേപോലെ എപ്പോഴെങ്കിലും കുക്കിംഗ് ട്രൈ ചെയ്തിട്ടുണ്ടോ? നീ കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒറ്റ കുഴപ്പമില്ല, എന്നെ അടുക്കളയിൽ കേറ്റില്ല. ലാസ്റ്റ് ആയിട്ട് അടുക്കളയിൽ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നമ്മൾ വേണ്ട. ഇന്നലെ കൂടെ ഞാൻ കയറിയതേ ഉള്ളൂ. ഇന്നലെ ഉണ്ടാക്കിയ എന്തുണ്ടാക്കി? ഓംലെറ്റ്, നല്ല ചീസ് ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കും. അടിപൊളി, നല്ല ഫുഡിയാണ്. അപ്പം ഫുഡികൾക്കെന്ന് വെച്ചാൽ ഒത്തിരി ഭക്ഷണം കഴിച്ച് അവർക്ക് ടേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കലാപരിപാടിയിലേക്ക് കിടക്കാം. ആരംഭിക്കാം. അപ്പം എല്ലാവർക്കും നന്ദി. ഇനി ആരും കാണൂല, ശല്യം ചെയ്യുന്നു. ഈ സദ്യ കഴിക്കുന്നതിനും പ്രത്യേക ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് പരിപ്പ് നെയ്യും കൂട്ടി, പരിപ്പ് നെയ്യ്, അത് കഴിയുമ്പോൾ സാമ്പാർ വരും, പിന്നെ പുളിശ്ശേരി വരും, ചിലർക്ക് പായസം വരും, അത് കഴിഞ്ഞിട്ട് തൈരും രസവും കൂടെ വരും. ദഹനം കറക്റ്റ് ആവാൻ. ഇതിൽ അറിയാതെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ? എല്ലാത്തിന്റെ പേര് അറിയാം? ചമ്മന്തി, അച്ചാറുകൾ, ഓലൻ, പച്ചടി അല്ല പച്ചടി കിച്ചടി, പച്ചടി ഇതല്ലേ, ബീട്രൂട്ട് കിച്ചടി, തീയല്, കായാണ്. കായ എന്താണോ ഇത്? തോരൻ, അവിയല്, കൂട്ടുകറി, മെഴുക്കുവരട്ടി, എല്ലാം അറിയാം. പിന്നെ ചിപ്സ്, കൊണ്ടാട്ടം, ബൂന്തി, ശർക്കര വരട്ടി, പഴം, പപ്പടം. പിന്നെ ഇതുണ്ട്, അതെന്താ? ഇതിനൊരു യെല്ലോ കളർ ഞങ്ങളുടെ അവിടെ ഉണ്ട്. കയ്യിൽ ഞാൻ എടുക്കുന്നു അല്ലേ?
കഴിച്ചത് ഏറ്റവും ബെസ്റ്റ് സദ്യ എവിടത്തെയായിരുന്നു? കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ ഞങ്ങളുടേതാണെന്ന് പറയത്തുള്ളൂ തിരുവനന്തപുരത്തുള്ളത്. കഴിച്ചിട്ട് ആസ്വദിക്കാൻ പറ്റാത്തതാണ് ആ പറ. എന്റെ കല്യാണ സദ്യ. വെറുതെ ആയിരുന്നു. മുഹൂർത്തത്തിന് കയറണ്ടേ, അവിടുന്ന് ഫോട്ടോ എടുത്ത് അവിടുന്ന് വന്നിട്ട് മുഹൂർത്തത്തിന് ആലപ്പുഴന്ന് ട്രിവാൻഡ്രത്ത് വരണ്ടേ. അതാണ് ലൈഫിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു സദ്യ എന്റെ കല്യാണ സദ്യ. ആസ്വദിച്ച് കഴിക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്റെ കല്യാണത്തിന്റെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ചാണോ കഴിച്ചത്? അതെ, പിന്നീടാണ് ആലോചിച്ചത് എന്തായിരുന്നു. അതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരുങ്ങാൻ വേണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്താ ഞങ്ങളുടെ മേക്കപ്പിനൊന്നും ഒരു വിലയില്ലേ? അല്ല ലേഡീസിനല്ലേ കൂടുതൽ ഒരുങ്ങേണ്ടതൊക്കെ, ടൈം എടുത്ത്. ഞാൻ എന്റെ കല്യാണത്തിന് സ്വന്തമായിട്ട് ഒരുങ്ങിയത്. ആണോ? അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള റീസൺ? അതിന് മുന്നേ ഒരു സെലിബ്രിറ്റി കപ്പിളിന്റെ കല്യാണം ഞങ്ങളുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ട്രോൾ ഉണ്ടായി, പുട്ടി പോലെ ഇട്ടിരിക്കുന്നത്, വോൾക്കെയർ പുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എൻ്റെ കല്യാണത്തിന് ഒരാളെ ഏൽപ്പിക്കാന്ന് മനസ്സിൽ വിചാരിച്ചു. ഈ ട്രോള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് പേടിയായി, പണിയിട്ടും. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തുകൂടാ. എനിക്ക് ഓവർ മേക്കപ്പ് ഇഷ്ടമല്ല, ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് രീതികളുണ്ട്. അപ്പം അന്ന് രാവിലെ ഒരു 6 മണിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് മുടിയൊക്കെ കെട്ടി സാരിയൊക്കെ കൊടുക്കാൻ സഹായിക്കാൻ ചിറ്റയൊക്കെ അനിയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി ആരും മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സർ അങ്ങനെ ആരും ഇല്ലായിരുന്നു സ്വന്തമായിട്ടൊക്കെ. അത് കാരണം എന്ത് പറ്റി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ആരും എനിക്ക് തന്നതുമില്ല, മറന്നുപോയി. ചേട്ടനോ? ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം ഇല്ലാത്തൊരു ജീവിതമില്ല എനിക്ക്. ആസ്വദിച്ച് കഴിച്ചത് കല്യാണത്തിന് നന്നായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ ദിവസവും ആസ്വദിച്ചേ കഴിക്കാറുള്ളൂ. പക്ഷെ എനിക്ക് ഫുഡ് ഞാൻ എപ്പോൾ കഴിച്ചാലും ഞാൻ ബഹുമാനത്തോടെ കഴിക്കത്തുള്ളൂ, അത് ഞാൻ ആസ്വദിച്ചേ കഴിക്കത്തുള്ളൂ. ഞാൻ ഒരു സാധനവും വേസ്റ്റ് ആക്കത്തില്ല. അങ്ങനെ പലരും കഴിക്കുന്ന അങ്ങനെ ഉണ്ട്. അത് ശരിയാ, ഞാൻ ഒരു സാധനവും വേസ്റ്റ് ആക്കത്തില്ല, ആവശ്യത്തിന് മാത്രം ഞാൻ മേടിക്കും. ശരിയാ. ഇപ്പൊ നിങ്ങളും നോക്കിക്കോ, കാര്യമായിട്ട് പറഞ്ഞാ ഇപ്പൊ ഈ ഇല ഇത്രയും സാധനങ്ങൾ ഇരിക്കല്ലേ, പക്ഷെ ഒരു ചേട്ടൻ സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഇലയിൽ വേണമെങ്കിൽ ഒന്നുകൂടെ വിളമ്പുന്ന രീതിയിലാക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യും, ഒന്നും വേസ്റ്റ് ചെയ്യില്ല. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? എനിക്ക് ചെറുതിലെ ഈ പൈനാപ്പിൾ കറി ആയിരുന്നു. എനിക്ക് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടം. പൈനാപ്പിൾ കറിയോ? ഞാൻ ആലോചിച്ചു, നല്ല മധുരം ഉണ്ടല്ലോ. പിന്നെ അവിയൽ. ചേച്ചി ഉണ്ടാക്കിയതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? ഞാൻ എൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ട്രിവാൻഡ്രം ബേസ്ഡാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ആലപ്പുഴ സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കുന്നതാണ്. അതൊരു വേറൊരു വെറൈറ്റി സാധനം ആയതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമാണ്. കാരണം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തതും അവിടുത്തെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ചേട്ടൻ ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടുന്ന ഫുഡ് ഏതാ? അങ്ങനൊന്നുമില്ല, എന്നെ വളർത്താൻ ലോ മെയിൻ്റനൻസ് ആണ്. കുട്ടികൾക്ക് കൂടുതലും താല്പര്യം നോൺ വെജിനോടൊക്കെയാണ്. പിന്നെ നമ്മളങ്ങനെ എപ്പോഴും നോൺ വെജ് ഉണ്ടാക്കുന്ന രീതിയില്ല, ഇല്ല മസ്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. നമ്മള് പായസമാണോ? പിന്നെ കഴിക്കാൻ പറഞ്ഞാൽ എല്ലാം കഴിക്കും. കുറച്ച് നോൺ വെജ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് അമ്മ ചിക്കൻ ഉണ്ടോ, മീനുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ, അങ്ങനെ കുറച്ച് നോൺ വെജ് ഇഷ്ടമാണ്. ഈ പിള്ളേരുടെ സ്കൂളിലെ ക്ലാസ്മേറ്റ്സിനൊക്കെ അറിയോ അമ്മ ആക്ട്രസ് ആണ്, സെലിബ്രിറ്റീസ് ആണ് അങ്ങനെയൊക്കെ? അത് വരയ്ക്കാന്ന് പറയും. അമ്മ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് മിസ് പറയും. മിസ് ഭയങ്കര ഇഷ്ടമെന്ന് പറയും. ഞാൻ പറഞ്ഞ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണം, പറയുള്ളൂ. ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഇല്ല, അങ്ങനെ അവർക്ക് ആ കുഞ്ഞുങ്ങളിലേക്കൊന്നും അത്ര അറിയില്ല. അമ്മമാർക്കും ടീച്ചേഴ്സിനും ഒക്കെ. അതെന്താ? ബീട്രൂട്ട് പായസം. ബീട്രൂട്ട് പായസോ? മൊത്തം എത്ര പായസം ഉണ്ട്? ഐ വോണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ ദ സൺറൈസ്. ഇത് ബീട്രൂട്ട് അല്ലേ? ഇതിന് വേണ്ടി വേറെ ദിവസം വരേണ്ടി വരുമല്ലോ. നന്നായിരിക്കും. ഇതുകൊണ്ടൊന്ന് പൊടിച്ചു നോക്കിയേ. പപ്പടം ഇട്ടോ? ശരിക്കും പായസം കഴിക്കണത് അങ്ങനെയല്ലേ? പപ്പടം, പഴം, പായസം കൂടെ മിക്സ് ചെയ്ത്. പക്ഷെ സെറ്റ് സാധനം കേട്ടോ, നല്ല പായസം. നല്ല പായസം. ഹായ്, എൻ്റെ ഐറ്റം വന്നു. ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോ ഇനി മറ്റത് കഴിക്കും. എന്താ
ബോളി പൊറോട്ടയോ? Oh my God. ബോളി പാൽപ്പായസം കഴിച്ചിട്ടില്ല? മധുരോ കഴിച്ചോ? മധുരമാണോ കൂടുതൽ ഇഷ്ടം? അതിന് മുകളിലൊരു സാധനം വരും. ഓവറല്ല, മത്ത് പിടിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് മധുരമാണ് ഇഷ്ടം. ചേട്ടന് ഏതാ ഇഷ്ടം? എനിക്കെല്ലാം ഇഷ്ടമാണ് എന്ത് സത്യമായിട്ട്. കഴിച്ചാലും കഴിച്ചോളും. പിന്നെ ഹൈദരാബാദ് സ്വീറ്റ് ടൂത്ത് ബിരിയാണി ആണ്, ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് ടൂത്ത് ആണ്. പക്ഷെ എനിക്ക് ഒത്തിരി സ്പൈസ് ഇഷ്ടമാണ്. ആ നോൺ വെജിൽ ഏതാ ഇഷ്ടം? എനിക്കോ ചിക്കനാണ്, പക്ഷെ ബിരിയാണി ആണെങ്കിൽ മട്ടൻ കഴിക്കണം. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇത് ട്രിവാൻഡ്രം സ്പെഷ്യലാണ്. ബോളിയോ ഇവിടെ എല്ലാ സദ്യയിലും മസ്റ്റായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോഴേ ഫീൽ ചെയ്ത ചേഞ്ചസ് എന്തൊക്കെയാ? എന്തിലൊക്കെ? അല്ലെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് പെട്ടെന്നെങ്കിലും പഠിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു? അത് എൻ്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ല. ഡെന്റിസ്റ്റിനെയാണല്ലോ കല്യാണം കഴിച്ചത്. ഇവിടെ ബ്രഷും പേസ്റ്റും ടങ് ക്ലീനറും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ബാഗ് പാക്ക് ചെയ്തപ്പോൾ അത് എടുത്തിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ബ്രഷും പേസ്റ്റും തരാൻ ടങ് ക്ലീനർ തരില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് അങ്ങനെയാണ്. നമ്മൾ ടങ് ക്ലീനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാക്കിലായി എന്താ പറയുക രസമുകുളങ്ങളുണ്ടല്ലോ, അത് ടേസ്റ്റ് ബഡ്സ് പോവും. അത് കാരണം എനിക്ക് ആദ്യം കിട്ടിയ പണി അതാണ്. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം അങ്ങനെ തന്നെ ശീലിക്കുന്നില്ല. ശീലായി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? ഉഗ്ര സദ്യ. സ്ഥിരം കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു, സന്തോഷം. ബീട്രൂട്ട് പായസമാണ് എടുത്തു പറയാനുള്ളത്. അതെ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് ബീട്രൂട്ട് ഫസ്റ്റ് ടൈം അല്ലേ ബോളിയും? ഇല്ല, ഇവിടെ നമുക്ക് ഇപ്പം ഞാനിങ്ങോട്ട് വന്നതിന് ശേഷം നമ്മളെല്ലാ സദ്യക്കും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ എല്ലാ ബേക്കറികളിലൊക്കെ കിട്ടും ബോളി. അപ്പം അത് കഴിക്കാറുണ്ട്. പക്ഷേ ഈ ബീട്രൂട്ട് പായസം ഇന്ന് ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊള്ളാം, എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നമ്മൾ ഒരു കടം കൂടി ബാക്കിയുണ്ട്, ചേച്ചിന്റെ പാട്ട്. ചേച്ചി ഭക്ഷണം കഴിച്ച ഭാഗം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞല്ലോ. ഭക്ഷണം കഴിച്ച ഭാഗം കൊണ്ട് പാടാൻ പാടില്ല. എന്നാ വാ കഴിക്കട്ടോ.